ഹലോ. പിന്നെ ശ്യാംഗീതസ് ഞങ്ങൾ 3 പേരും ഉള്ള യാത്രയാണ്. നമ്മള് എവിടെ പോകണം എന്നുള്ളത് ഇപ്പോഴാണ് ഡിസൈഡ് ആയത്. ഇപ്പോഴും ഡിസൈഡ് ആയിട്ടില്ല. പോവാണ്. പറഞ്ഞ പ്ലാനുകളൊക്കെ മാറി പറഞ്ഞു. മധുര എത്തിയിട്ട് വേണം ധനുഷ്കോടിക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുക. ഞാനും പലതവണ ധനുഷ്കോടി പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ചെറിയൊരു ടൈമില്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. വലിയ യാത്രയാണ്. പക്ഷെ നമ്മള് അതിനുള്ള മൈൻഡ് ഉണ്ട്. ഇതെല്ലാം ഇതിനപ്പുറം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന്. അപ്പൊ വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. നമ്മള് മധുര യാത്രയിലാണ്. ഈ യാത്രയ്ക്ക് മധുര യാത്ര എന്ന് വിളിക്കാമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ധനുഷ്കോടിയാണ് പ്ലാൻ. അപ്പോൾ പോണ വഴിക്ക് ഒരു നല്ല കൊല്ലങ്കോട് പാലക്കാടിന്റെ ഭംഗി കണ്ടപ്പോൾ നിന്നതാണ്. വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പറഞ്ഞു കൂടി വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. പെട്രോൾ വരെ കുറയുമല്ലോ. പെട്രോൾ വണ്ടി നമ്മളിപ്പോ പറഞ്ഞ പോലെ അടിപൊളി ബിരിയാണി കഴിച്ചു. 65 എല്ലാം ഇവിടെ 630 രൂപയാണ് ആയത്. നല്ല ടേസ്റ്റ്. അപ്പൊ ഞങ്ങള് വണ്ടി ഹിഷാമാണ് വണ്ടി ഓടിക്കുന്നത്. അടുത്തൊരു 5 ലക്ഷം കിലോമീറ്റർ ആയി കാണില്ല. എത്ര 5 ലക്ഷം കിലോമീറ്റർ ഓടിച്ചാൽ അതിൽ നിനക്ക് അറിയാമോ? എന്റെ വണ്ടി 10,000 കിലോമീറ്റർ ആയോ? 10 കിലോമീറ്റർ. ഇത് സൈഡിലും ഒരു 270 കിലോമീറ്റർ കഴിഞ്ഞു. അധികം ടൈമിൽ കവർ ചെയ്യേണ്ട കിലോമീറ്റർ ഒക്കെ പറഞ്ഞാലും പെട്ടെന്ന് തന്നെ പറഞ്ഞത്ര സമയം എടുത്തില്ല. നമ്മൾ 5 മണി കഴിഞ്ഞിട്ടാണ് കാണിച്ചത്. അപ്പൊ 4:52 മധുര. കൊടൈക്കനാലായിട്ട് വയ്യാഴിക 4 ദിവസം വണ്ടിക്കകത്ത് തന്നെയല്ലേ ഇതിൽ പര ഇനി എന്ത് വയ്യാഴിക വരാൻ. ഇതിന്റെ ഒരു നോയിൽ ഒന്നും സംഭവിക്കത്തില്ല. ഇന്നത്തെ പോലെ ഒരു നോർമൽ ഡേ. ഇതൊരു ഫ്രഷ് സാധനം ഇപ്പൊ ഞാൻ ഇറക്കിയതാണ്. Late night rhythm keeps it all so tame. മധുര ടൗണിലേക്ക് കടന്നു. നമ്മുടെ പ്ലാൻ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് ധനുഷ്കോടി പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഏകദേശം ഒരു 10-20 റൂം വിളിച്ചിട്ടുണ്ടാവില്ല. എല്ലാം കൂടി റൂം 20 എണ്ണം വിളിച്ചിട്ടും 20 അവൈലബിൾ അല്ല. അവസാനം ഒന്നും പേടിക്കണ്ട പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. വെറുതെ ഒന്നുകൂടി വിളിച്ചു നോക്കിയപ്പോ കേട്ടോ ഇവിടെ വേണമെങ്കിൽ ഇറങ്ങി വേണ്ട ഇവിടെ. അങ്ങനെ ഞങ്ങള് മധുരയിലെത്തി. വേറെ പ്ലാനായിരുന്നു അല്ലേ? നമ്മളിവിടെ എത്തി. ഇപ്പൊ നമ്മള് ഒരു റൂം എടുത്തു. അപ്പൊ മധുര ടെമ്പിളിലേക്ക് പോവാണ്. ഇപ്പൊ പെരിയണ്ണക്കർ എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. ഞങ്ങള് ഷെയർ ഓട്ടോയിൽ ഇവിടെ വരെ വന്നു. പിന്നെ അതെ അതെ
നമ്മളെ ഇതുവരെ ഷെയർ ഓട്ടോ എന്ന് കേട്ടിട്ടേ ഉണ്ടെങ്കിലും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇതൊരു നല്ലൊരു അനുഭവമായിരുന്നു ഷെയർ ഓട്ടോയിൽ കയറുന്നത്. എനിക്ക് മറ്റേ അവാർഡ് കിട്ടിയതിന്റെ കാര്യമല്ലോ. അതെ, ഇതിപ്പോ ഞങ്ങൾ ഷെയർ ഇട്ട് ഒരു ഓട്ടോ ഓടും. നേരത്തെ ഒന്നും ശരിക്കുള്ള ഷെയർ ഓട്ടോ. Bikes rolling, you know it. രാജവീതിയിലൂടെ നടക്കുകയാണ്. അതെ, ഇതോ കാണാൻ നോക്കൂ. അതാണ് ഞങ്ങൾ റൂം. അതുകൊണ്ട് അതിനകത്ത് പോയിരിക്കാതെ. അതെ, അത് 3 സ്റ്റാറോ 4 സ്റ്റാറോ കണ്ടോ. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാണ്. സമയം രാവിലെ 6:30. പക്ഷേ രാത്രി ആയപ്പോൾ ഹിഷാം ബ്രോ അതിന്റെ വേറൊരു രീതിയിലേക്ക് മാറി. പുള്ളിക്ക് അങ്ങനെ ആയതുകൊണ്ട് പോയത്. അപ്പോൾ നമ്മളും ആ ഒരു മൂഡിലേക്ക് സെറ്റായി. 1:30 നടന്നു തുടങ്ങിയത്. 5 മണിക്ക് എനിക്ക് റെഡിയായി. നമ്മൾ പോകുന്നു ധനുഷ്കോടി. മധുരയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ പിന്നിട്ടു. നമുക്ക് 120 കിലോമീറ്റർ കൂടി ഉണ്ട് ഏകദേശം ധനുഷ്കോടിയിലേക്ക്. അപ്പോൾ ഇതാണ് ഇരിക്കുന്നത്. ഹിഷാം ബാക്കിലുണ്ട്. അതെ, ആരോടുത്തർ ഏകദേശം ഇറങ്ങി. ചെറിയൊരു ആദ്യം ഉറങ്ങിയില്ലെങ്കിലും ഉള്ള ഉറക്കം മര്യാദക്ക് ഉറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതെ, അപ്പോൾ 5 മണി തൊട്ട് 5 വരെ ആകുമ്പോഴത്തേക്ക് 5 തൊട്ട് 5:55 വരെ. 5:57 അടുത്ത 20 മിനിറ്റ് തൊട്ട് ഞാൻ എത്തി. Keep it going, no queda igual. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കടയിൽ വന്നിരിക്കുകയാണ്. ഓർഡർ കൊടുത്തിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു. ഹിഷാം ബില്ല് കൊടുക്കണം. നമ്മൾ പോകാനുള്ള പരിപാടിയാണ്. Dance with me through the night. Baila, sin parar. Your body shine like stars. ഇതാണ് പാമ്പൻ പാലം. തോട്ടപ്പള്ളി പാലത്തിൽ അല്ല അതല്ല കായലും ഞാനൊക്കെ എടുക്കും. Baila conmigo bajo la luna. El ritmo calienta, siente la fortuna. De sol y fuego, pasión en la arena. Tu movimiento es pura candela. Fuego, fuego en el corazón. Fuego, mueve, mueve sin condición. ഞങ്ങൾ അങ്ങനെ എവിടെ എത്തി? ധനുഷ്കോടി എത്തി. വണ്ടി പാർക്ക്. Fuego, nuestra canción. Sun-kissed bodies dancing in the cold heat of the summer, letting it go. From the player to the disco lights. ധനുഷ്കോടി കുറെ നാളത്തെ ആഗ്രഹത്തിന് ശേഷം വളരെ വിചാരതീതമായി ധനുഷ്കോടിയിലെത്തി. ഞാൻ അറ്റത്തിരിക്കുന്നവർ ഞങ്ങളെ പഠിപ്പിച്ചെങ്കിലും കുറച്ച് നീ രാവിലെ തൊട്ടും പഠിപ്പിച്ചെങ്കിലും എൻ്റെ ഒറ്റ ആഗ്രഹത്തിന്റെ പുറത്ത് വരാൻ മടിയായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ സന്തോഷം. In the sound, palms are swaying. Let's get down. Dame tu mano, don't let go. El calor nos lleva al cielo. Fuego, fuego en el corazón. Fuego, mueve, mueve sin condición. La noche llama, siente la explosión. Oh. Fuego, fuego, nuestra canción. നല്ല അടിപൊളി ആംബിയൻസ്. കുറേ നേരം അതിലിരുന്ന് ഒരു 1.5 മണിക്കൂർ സംസാരിച്ചു. കുറേ നേരം കഥകളായി വർക്കി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് 1 മണി നല്ല വെയിലും അവിടെ പറഞ്ഞു വിട്ട് മറിഞ്ഞു വിട്ട് പിന്നെ തിരിച്ചു മറന്നു പിടിച്ചില്ല. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി.
നമ്മൾ തേനിയിലാണ്. ഇന്നലെ ശ്യാമിന് തലവേദന ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും കുറച്ച് റെസ്റ്റ് എടുത്തു, കുറച്ച് പേര് ഉറങ്ങി. ശ്യാം ഉറങ്ങി കുട്ടപ്പനായി. അപ്പൊ നമ്മളെന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കാഞ്ഞിരപ്പള്ളിക്ക് പോകണം. കാഞ്ഞിരപ്പള്ളിക്ക് പോയിട്ട് ശ്യാമിനെ അവിടെ നിന്ന് ബസ് കയറ്റി വിട്ടിട്ട് നമ്മൾ നേരെ മൂവാറ്റിലേക്ക് വന്നു. ഞാൻ നേരെ ഇരുമ്പോര് പോകുന്നു. നമ്മൾ കാഞ്ഞിരപ്പള്ളി നിർത്തുന്നു. ജസ്റ്റ് ബസ്സിൽ പോയി നീയും വാ, നമുക്ക് എല്ലാവർക്കും വണ്ടി നിർത്തി ഒന്ന് എവിടെ ബസ്സുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം. ബസ് ഏത് വഴിക്കാണ് പോകണമെന്ന് അന്വേഷിക്കാം. പൊൻകുന്നം വഴിയാണെങ്കിൽ പറഞ്ഞാൽ തലവേന ഉണ്ടോ? അപ്പൊ യാത്രയുടെ നമുക്ക് ശ്യാമിനെ ഗുഡ് ബൈ പറഞ്ഞു. ശരിക്കും പ്രോപ്പർ ഗുഡ് ബൈ പറഞ്ഞില്ല അല്ലെ. അപ്പൊ ശ്യാമിനെ അവിടെ നിന്ന് വണ്ടിയുണ്ട്. ചങ്ങനാശ്ശേരി ബസ്സുള്ളൂ. ആലപ്പുഴ ബസ് 12 മണിക്ക് പോയി. നമ്മൾ 12 ഇപ്പൊ നമുക്കറിയില്ലായിരുന്നു. അപ്പൊ ഇനി നേരെ മൂവാറ്റുപുഴയ്ക്ക് പോവാണ്. ശ്യാമിനെ ഡ്രോപ്പ് ചെയ്തിട്ട് യാത്ര നമ്മൾ കണ്ടുകൂടി. നമ്മള് ഈ യാത്രയിൽ 3 ദിവസം ഒരു ഡെസ്റ്റിനേഷനപ്പുറം നമ്മൾ 3 ദിവസം ഒരുമിച്ചുണ്ടായി. 10 ദിവസം മുതൽ അവസാനത്തെ ദിവസം തിരിയണവരുള്ളതായിട്ടുള്ള ഇതിനെല്ലാം കഴിയുന്ന അതാണ് ഈ പറയുന്നവിടെ. അന്ന് ഇപ്പൊ ഈ യാത്രയുടെ സൈൻ ഓഫ് വീഡിയോയാണ്. വീഡിയോ ഓക്കെ ബൈ. ശ്യാമിന്റെ തലവേദന ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കളറാക്കായിരുന്നു. ഒരു ദിവസത്തേക്ക് വന്ന ചെറുക്കനെ പിറ്റേന്ന് രാവിലെ ചായ കുടിക്കും ചെല്ലണമെന്ന് പറഞ്ഞ ചെറുക്കനെ അതിന്റെ അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായ കുടിക്കെങ്കിലും എത്തിക്കും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തോടെ വി ആർ സൈനിങ് ഓഫ്.